ബയോളജിയിൽ, അതായത് ഈവൻ ബോട്ടണി ആയാലും സുവോളജി ആയാലും രണ്ടെണ്ണത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് എ സെൽ. ഓക്കെ, അപ്പൊ സെൽ ഓർഗനൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചു വരുന്ന ഒന്നാണ് എന്താണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. സെല്ല് എന്ന നെയിം ഏത് ഭാഷയിൽ നിന്നാണ് വന്നത് അല്ലെ, ആൻഡ് സെല്ലിനകത്ത് എത്ര അധികം ഓർഗനൽസ് ഉണ്ട്, എന്താണ് അവരുടെ ഫങ്ഷൻസ് എന്ന്. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ എത്രയും ഹയർ സ്റ്റഡീസിന് പോയാലും ഈവൻ MSc കുട്ടികൾക്ക് വരെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്താണ് സെല്ല്, എന്താണ് സെൽ ഓർഗനൽസ് വരുന്നത്, എന്താണ് അവരുടെ ഫങ്ഷൻസ് വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് എ സെൽ? എന്താണ് ഒരു സെൽ എന്ന് പറഞ്ഞാൽ? സെൽ, ഓക്കെ, ഒരു ബയോളജി സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, ഒരു ലൈഫിന്റെ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഒരു സെൽ എന്ന് പറയുന്നത്. സോ സെൽ എന്ന നെയിം വന്നത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് സെൽ എന്ന് പറയുന്ന ഒരു ടേം വന്നത്. ലാറ്റിനിൽ ഇത് എഴുതുക സെല്ല എന്നാണ്. ഓക്കെ, സെല്ല. ഓക്കെ, സെല്ല എന്ന് പറയുന്നത് ലാറ്റിനിൽ പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ റൂം. Small room. Okay, small room. Cella means small room. So ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു സെല്ലിനെ പറ്റി പറയുന്നത്. ഇനി സെല്ലിന്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ആരാണ് സെൽ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്, എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്, ഏത് ഇയറിലാണ്, ഏതെല്ലാം സയന്റിസ്റ്റ് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. സോ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇനി ഓരോരോ സെൽ, വാട്ട് ഈസ് എ സെൽ നമ്മളിപ്പോ പഠിച്ചു. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി എന്താണ് സെൽ ഓർഗനൽസ്? ഓക്കെ, സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുന്നത് കോശ അംഗങ്ങൾ എന്നാണ്. ഓക്കെ, കോശ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സെൽ ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കോളിംഗ് ബെൽ അടിക്കും അല്ലെ. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് എന്ത് ചെയ്യും? ഡോർ തുറക്കും. ഓക്കെ, ഡോർ ലൈക്ക് ഒരു വീടിന് ഒരു വാതിൽ എന്നതുപോലെ ഒരു സെല്ലിന്റെ വാതിൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ കടന്നിട്ട് വേണം ഈവൻ ബാക്ടീരിയ ആയിക്കോട്ടെ, വാട്ടർ മോളിക്യൂൾസ് ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറാനായിട്ട്. അതുപോലെ തന്നെയാണ് സെല്ലിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ, സെല്ലിന്റെ ഓർഗനൽസ് അല്ലെങ്കിൽ നമുക്ക് എനർജി, വാട്ടർ മോളിക്യൂൾസ്, ഇലക്ട്രോൺസ്, ഇതിനെല്ലാം സെല്ലിന്റെ പുറത്തേക്ക് പോകണമെങ്കിലും ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എനിമൽസില് സെൽ മെംബ്രെയിൻ അറിയപ്പെടുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ. ഇനി പ്ലാന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലോ അവർക്ക് ഫസ്റ്റ് വരുന്ന ലെയർ ഏതാ? സെൽ വാൾ. ഓക്കെ, പ്ലാന്റ്സിൽ മാത്രമായിരിക്കും സെൽ വാൾ ഉണ്ടായിരിക്കുന്നത്. എനിമൽസിൽ ഉണ്ടായിരിക്കുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെറ്റ്സ് സേ ഇറ്റ് ഈസ് എ സെൽ മെംബ്രെയിൻ. സോ നമുക്ക് എന്താണ് സെൽ മെംബ്രെയിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദി ബേസിക് ഫംഗ്ഷൻ ഓഫ് എ സെൽ മെംബ്രെയിൻ? എന്താ? It acts as a selectively permeable membrane. Okay, first point എന്ന് പറയുന്നത് selectively permeable membrane. അപ്പോൾ ഈ പറയുന്ന ഒരു വാക്കിൽ ഈ ഒരു സെന്റൻസിൽ തന്നെയുണ്ട് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ, ഇവിടെ എന്താണ് നടക്കുന്നത് അല്ലെ. സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോൾ എന്താ? സെലക്ടീവ്ലി അല്ലെ, സെലക്ട് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് മാത്രമേ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് വരുള്ളൂ.
Okay, ഇതിന് പ്രത്യേക വാട്ടർ മോളിക്യൂൾസിനെ കടക്കാനായിട്ട് there will be a pore known as aqua pores. Okay, അതുപോലെ തന്നെ ഓരോരോ മോളിക്യൂൾസിനും അവർക്ക് ഇൻടാക്ട് ആയിട്ടുള്ള മെക്കാനിസം ഇതിനകത്തുണ്ട്. ഓൾസോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട്, ഇത്രയേറെ ഓസ്മോസിസ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സെൽ മെംബ്രെയിനിൽ പോസിബിൾ ആണ്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഓർ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈ സെൽ മെംബ്രെയിനെ പറ്റി പഠിക്കുമ്പോൾ ഉള്ളത് it acts as a selectively permeable membrane. Okay, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും it allows the transport of water molecules, ions, also excretory particles. Okay, excretory particles എന്ന് പറയുമ്പോഴത്തേനും we know ഈ സെല്ലിന്റെ ഉള്ളിൽ ഒത്തിരിയേറെ സെൽ ഓർഗനൽസ് ഉണ്ട്. ഈ ഓർഗനൽസ് എല്ലാം റെസ്പിറേഷൻ, മെറ്റബോളിസം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കഴിയുമ്പോഴത്തേനും they might release some energy molecule ATP or else there some releases like some chemicals. Okay, ഇത്തരം കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഈവൻ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ there is lysosome inside the cell. അല്ലെ, ഏതെങ്കിലും ഒരു ബാക്ടീരിയൽ അറ്റാക്ക് വരികയാണെങ്കിൽ ബാക്ടീരിയലോ whatever it is ഒരു ഫോറിൻ ബോഡി വരികയാണെങ്കിൽ the lysosome will degrade it, അല്ലെ, and will produce some excretory molecules. These excretory molecules will pass from the inside of the cell to outside of the cell via what? Via this cell membrane. ഇനി നമ്മുടെ സെല്ലിൽ പഠിക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസം. Okay, what is a cytoplasm? എവിടെയാണോ നമ്മുടെ സെൽ ഓർഗനൽസ് എല്ലാവരും സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. It contains water, organic and inorganic molecules, salts, everything, also the cell organelles. Okay, that's about the cytoplasm. Cytoplasm contains what? Cytoplasm. It contains, basically it is a fluid jelly like structure. Okay, fluid jelly structure. It is a fluid jelly structure and it contains organic and inorganic matters also. Okay, it contains organic and inorganic matters and it is a place where all the other organelles are occupying. Like all the cell organelles occupies here. ഇത്രയാണ് സെൽ സൈറ്റോപ്ലാസത്തിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെല്ലിന്റെ ന്യൂക്ലിയസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സെല്ലിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് ഒരു സെല്ലിന്റെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്ത് നമുക്ക് പറയാൻ പറ്റുക, അവിടെ മെയിൻ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ ഇഫക്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് or it is a round body. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ന്യൂക്ലിയോളസ് ഉണ്ടായിരിക്കും, there is a nucleoplasm, അല്ലെ, then chromosomes, nucleolus. ഓക്കെ, ഇത്രയും വേറെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇൻ നമ്മുടെ ന്യൂക്ലിയസിൽ. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് നമുക്ക് വരുന്നത് nucleus. Okay, first point in the പറയുന്നത് it is a double membrane structure. It is a double membrane structure. It is a double membrane structure. And the next point in the പറയുന്നത് it is the largest cell organelle. It is the largest cell organelle. Okay, and the third in the പറയുന്നത് that is usually found as a dark band. Okay, dark color. It is usually found in dark color, dark spherical in shape. Okay, dark and spherical. Dark and spherical. Okay, and there will be small spherical bodies inside the nucleus. You can see here, like
കുഞ്ഞു കുഞ്ഞു സർക്കിൾ ബോഡീസ് ഉണ്ടോ? ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഓക്കെ, these are collectively known as nucleolus. The small spherical body inside the nucleus is known as nucleolus. Okay, ഇനി നമ്മൾക്ക് ഇതിനകത്ത് എന്തൊക്കെ കാണാനുണ്ട്? ഒരു സ്പ്രിംഗ് പോലെ something is there, like ഈ കാണുന്ന ഈ ഒരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് പറയുന്നത് ക്രോമസോംസ് ആണ്. ക്രോമസോംസ്, ക്രോമാറ്റിൻ, ക്രോമസോംസ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഏറ്റവും വലിയൊരു peculiarity ആണ് it contains chromosomes. Okay, it contains chromosomes. ഇനി എന്താണ് ക്രോമോസോം, എന്താണ് ക്രോമോസോമിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പറയാം. സോ ഒരു ക്രോമോസോം ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ജീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ദ ഹെറിഡിറ്ററി ഫംഗ്ഷൻ, the DNA ടൈറ്റ്ലി കോയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ പറയുന്ന ക്രോമോസോം. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മേ ബി അല്ലെ? ക്രോമോസോം സ്ട്രക്ചർ ആണിത്. DNA ആണ് ഇതിനകത്ത് ഫുൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സും ഇപ്പൊ നമുക്കറിയാം ഓരോരോ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സും പ്രോട്ടീൻസ് എവറിത്തിങ് ഈസ് സിന്തസൈസിങ് ഫ്രം ദിസ് ക്രോമോസോം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ DNA-യിൽ നിന്ന് റെപ്ലിക്കേഷൻ വഴി DNA റെപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ? DNA ട്രാൻസ്ക്രിപ്ഷൻ വഴി RNA ഉണ്ടാവുന്നു. RNA ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻസ് ഉണ്ടാകുന്നു അല്ലെ? DNA, RNA, പ്രോട്ടീൻ. ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കളക്റ്റീവ്ലി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രൽ ഡോഗ്മ എന്നാണ്. സെൻട്രൽ ഡോഗ്മ. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് ക്രോമോസോമിനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ. It is the largest cell organelle and it is dark and spherical in shape and it contains chromosomes. Okay, there are ഈ പറയുന്ന endoplasmic reticulum. Okay, we know endoplasmic reticulum ഈ പറയുന്ന ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിനകത്ത് തന്നെ endoplasmic reticulumത്തിൽ തന്നെ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് smooth endoplasmic reticulum and rough endoplasmic reticulum. So second വരുന്നതാണ് ഈ പറയുന്ന ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതിൽ റൈബോസോം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അത് ഇതിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് കണ്ടോ? ഇതേപോലെ റൈബോസോം അറ്റാച്ച്ഡ് അല്ലാത്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ smooth endoplasmic reticulum എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. There are endoplasmic reticulum which surrounds the nucleus. Those endoplasmic reticulum which is connected to ribosomes are known as rough endoplasmic reticulum and ഈ പറയുന്ന റൈബോസം അറ്റാച്ച്ഡ് അല്ലാത്ത സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഈ പറയുന്ന സെൽ, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസത്തിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെല്ലിന്റെ പവർ ഹൗസ് എന്ന് പറയുന്ന മൈറ്റോകോൺഡ്രിയയെ കുറിച്ചാണ് കേട്ടോ. മൈറ്റോകോൺഡ്രിയ. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. പവർ ഹൗസ്. സ്റ്റോറേജ് ഹൗസ് ആരായിരുന്നു? ന്യൂക്ലിയസ്. നെക്സ്റ്റ് പവർ ഹൗസ് എന്ന് പറയുന്നത് ഏതാ? മൈറ്റോകോൺഡ്രിയ. എന്തുകൊണ്ടാണ് പവർ ഹൗസ് എന്ന് പറയാൻ കാരണം? ഓക്കെ, ഈ മൈറ്റോകോൺഡ്രിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴി ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ATP എന്ന് പറയുമ്പോൾ അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്.
സോ എന്താണ് ഒരു ATP, എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഇതിനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ ഇവിടെ ഒരു സ്ട്രക്ചർ കണ്ടോ വരച്ചിട്ട്, ഇതിനെ നമ്മൾ ഓരോ കമ്പാർട്ട്മെന്റ് എന്നാണ് പറയുക, കമ്പാർട്ട്മെന്റ്. ഓക്കെ, ഓരോ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കൂടെയും ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെട്ട് അവസാനം ഒരു അഞ്ചാമതൊരു കമ്പാർട്ട്മെന്റിൽ എത്തും. അവിടെ വെച്ചിട്ട് ATP എന്ന് പറയുന്ന ഈ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ATP എന്ന് പറയുന്നതാണ് എനർജി കറൻസി. എനർജി കറൻസി നമ്മുടെ ഊർജത്തിനെ, എനർജീനെ, ഓക്കെ, എനർജീനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നതാണ് ഈ പറയുന്ന ATP, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഈ ATP ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ATP എന്ന് പറയുന്നതാണ് എന്ത്? എനർജി. ഈ എനർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ATP പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയധികം എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്ത്, അത് റെസ്പിറേഷൻ ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസം നടന്നിട്ട് അവസാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ATP ആണ്. ഈ ATP ആണ് നമ്മുടെ കൈ ഇങ്ങനെ പൊക്കാനും, എനിക്കിപ്പോ ഈ ബോഡിയിൽ എഴുതുവാനും, ഇപ്പൊ സംസാരിക്കുവാനും എല്ലാത്തിനും സഹായിക്കുന്നത്. സോ ഈ ATP എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്, ബൈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. സോ അതൊരു ചെയിനിലായിട്ടൊരു പോക്കാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് എന്നതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ATP മോളിക്യൂൾസ്. ATP എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ എനർജി. ഓക്കെ, സോ അതുകൊണ്ടാണ് അതായത് ATP എന്ന് പറയുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ ദ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത്. പവർ ഹൗസ് ഓഫ് സെൽ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ യൂഷ്വലി ഇതിനെ കളക്റ്റീവ്ലി പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് പ്രൊഡ്യൂസസ് എനർജി റിച്ച് മോളിക്യൂൾസ്. ഇറ്റ് പ്രൊഡ്യൂസസ് energy rich molecules. ക്ലിയർ ആയി വിചാരിക്കുന്നു. രണ്ട് പോയിന്റ് ആണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ is the powerhouse of cell and it produces energy rich molecules like ATP, adenosine triphosphate. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പറയുന്ന സെല്ലുലാർ സ്ട്രക്ചർ, സെല്ലുലാർ ഓർഗനില് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ ഗോൾജി ബോഡീസ്. ഗോൾജി ബോഡീസ് ഇതിനെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന ഒരു പേരാണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, ഗോൾഗി ബോഡി എന്ന് പറയുന്നത് it is a membrane bound structure. It is a membrane bound structure and it contains some enzymes. Membrane bound ആണ്, membrane bound, and it contain enzymes. Okay, ഇനി വരുന്ന ഒന്നാണ് ഈ പറയുന്ന vacuoles. So vacuoles. Okay, vacuolesന്റെ main function എന്ന് പറയുന്നത് it is the storage bubble. Okay, it is the storage bubble. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വാക്യൂൾസ് കുറച്ചധികം ഫുഡും കുറച്ച് ന്യൂട്രിയൻസും എല്ലാം ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കും. എന്തിനാണെന്നറിയോ? ഇൻ കേസ് ഈ പറയുന്ന ന്യൂട്രിയൻസിന്റെയും ഫുഡിന്റെയും ഒക്കെ അഭാവത്തില് the food from this vacuole will be released. The nutrient from this vacuole will be released. So അതിനു വേണ്ടി it acts as a storage bubble. Clear ആയി വിചാരിക്കുന്നു. And it contains, അല്ലെങ്കിൽ it always exists in a irregular shape. നമുക്ക് ഇത് always it is in a circular body എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. It will be in a irregular shape. Also ഈ പറയുന്ന vacuoles എന്ന് പറയുമ്പോൾ we know vacuoles അല്ലേ, vacuum എന്നൊക്കെ ജസ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും അറിയാം ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് ആണ് ഈ പറയുന്ന വാക്യൂൾസിനായിട്ട് ഉള്ളത് കേട്ടോ, ഫ്ലോട്ടിംഗ് എഫക്റ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ദ വാക്യൂൾ. ഇനി വരുന്നതാണ് ലൈസോസോംസ് ആൻഡ് പെറോക്സിസോംസ്. ഓക്കേ, ലൈസോസോംസ് എന്ന് പറയുന്നത് is collectively known as suicidal bags. Okay, lysosome is also known as suicidal bags.
Okay, lysosomes is known as suicidal bags. Okay, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് in case any bacteria അല്ലെങ്കിൽ any virusോ അല്ലെങ്കിൽ any foreign material നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ this lysosome will engulf and the lysosome contain an enzyme known as lysozyme. Okay, this lysozyme will degrade the foreign particle and it will release into the cytoplasm. Okay, ഈ വേസ്റ്റ് മെറ്റീരിയൽ സൈറ്റോപ്ലാസത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സെൽ മെംബ്രെയിനിന്റെ ഉള്ളിലൂടെ അത് പാസ് ചെയ്ത് പുറത്തേക്ക് കളയും. ഓക്കെ, സോ നമ്മുടെ മൂന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് സ്റ്റോർ ഹൗസ് ന്യൂക്ലിയസ്, then പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ ആൻഡ് സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസോസോംസ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. So these all are about the cell and cell organelles. Just നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.